ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ റീൽസ് വീഡിയോ ചെയ്യാനായി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആപ്പ് ലിങ്ക്, VPN ലിങ്ക്, പ്രീസെറ്റ് ലിങ്ക്, മ്യൂസിക് ലിങ്ക് എന്നിങ്ങനെ ഒരുപാട് ഓപ്ഷൻ കാണാൻ കഴിയും. അതപ്പോൾ ഇതിനകത്ത് നമുക്ക് 3 കാര്യങ്ങൾ ആകെ ഡൗൺലോഡ് ചെയ്യാനുള്ളത്. ഈ ആപ്പ് ലിങ്ക് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ CapCut എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം VPN ലിങ്ക് നിങ്ങൾക്ക് ഏത് VPNൻ്റെ ആപ്ലിക്കേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന VPNൻ്റെ ലിങ്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ പ്രീസെറ്റിലെ ലിങ്ക്, നമ്മൾ വീഡിയോ ചെയ്യാനുള്ള പ്രീസെറ്റിൻ്റെ ലിങ്ക്. പിന്നെ ഉള്ളത് നമ്മുടെ മ്യൂസിക്കിൻ്റെ ലിങ്ക്, നമ്മൾ ആ വീഡിയോയ്ക്ക് അത് ആഡ് ചെയ്യാനുള്ള ഓഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക്. അപ്പോൾ നിങ്ങൾ ഇതിനെ ആപ്ലിക്കേഷനും VPNും മ്യൂസിക്കും ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ നമ്മുടെ ഡൗൺലോഡ് ചെയ്ത VPN ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. VPNൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ നമുക്ക് കണക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. ആ ഒരു കണക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. കണക്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നേരെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരിക. വെബ്സൈറ്റിൽ വന്നതിന് ശേഷം നമുക്ക് അവിടെ പ്രീസെറ്റ് ലിങ്ക് എന്ന് കാണാൻ കഴിയും. ആ പ്രീസെറ്റ് ലിങ്കിൻ്റെ അടുത്ത് ഡൗൺലോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ആ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ടെംപ്ലേറ്റ് ഇൻ CapCut എന്ന് കാണാൻ കഴിയും. അപ്പോൾ യൂസ് ടെംപ്ലേറ്റ് ഇൻ CapCut കൊടുക്കുക. ഇവിടെ നമുക്ക് യൂസ് ടെംപ്ലേറ്റ് എന്ന് കാണാൻ കഴിയും. ആ യൂസ് ടെംപ്ലേറ്റിൽ ക്ലിക്ക് ചെയ്യുക. യൂസ് ടെംപ്ലേറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ കാണാൻ കഴിയും. ആ ഫോട്ടോസ് വേണമെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫോട്ടോസാണ് ഈ ഒരു വീഡിയോയിലേക്ക് ആഡ് ചെയ്യേണ്ട ആ ഫോട്ടോസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. പേരിൻ്റെ ഓർഡറിൽ തന്നെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും. പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമുക്ക് നമ്മുടെ ഫോട്ടോസ് എല്ലാം ആഡ് ചെയ്ത് നമുക്കൊരു വീഡിയോ ആയിട്ട് വന്നതായിട്ട് കാണാൻ കഴിയും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യണം. ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് താഴെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ആ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പം നമുക്ക് ആ നേച്ചർ ബ്യൂട്ടി ഇതിലേക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നേച്ചർ ബ്യൂട്ടിയിൽ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡണ്ണ് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുത്ത ടെക്സ്റ്റ് അവിടെ വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആവുന്നതാണ്. എക്സ്പോർട്ട് കൊടുക്കുക. വീഡിയോ എക്സ്പോർട്ട് ആയതിനു ശേഷം നമ്മൾ CapCut എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒന്നും കൂടെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ന്യൂ പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ആ ന്യൂ പ്രോജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ പ്രോജക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സേവ് ചെയ്ത വീഡിയോ നമുക്ക് അവിടെ കാണാൻ കഴിയും. ആ സേവ് ചെയ്ത വീഡിയോ നമുക്ക് വീണ്ടും ക്ലിക്ക് ചെയ്യും, ആഡ് ചെയ്ത് വരിക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഇൻ്റർഫേസ് വരും. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് ഓഡിയോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓഡിയോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മുടെ വീഡിയോയിലുള്ള ഓഡിയോ നമുക്ക് മാറ്റണം. അപ്പോൾ അതിനായി നമ്മൾ ആ വീഡിയോയുടെ ലെയറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അടിയിൽ ഇത്തരത്തിൽ ഒരുപാട് ഓപ്ഷൻ കാണാൻ കഴിയും. അവിടെ നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് തരുമോ, വോളിയം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ആ വോളിയത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ഓഡിയോ ഫുള്ളായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക. അതിനുശേഷം ടിക്ക് കൊടുക്കുക. ഇനി നമുക്ക് താഴെ ആഡ് ഓഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ഒരു ആഡ് ഓഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് സൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ആ സൗണ്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫയലിൻ്റെ ഒരു ഓപ്ഷൻ ഒരു ഐക്കൺ കാണാൻ കഴിയും. ആ ഫയലിൽ ക്ലിക്ക് ചെയ്യുക. ഫ്രം ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയും. ആ ഫ്രം ഡിവൈസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഓഡിയോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓഡിയോയിൽ ക്ലിക്ക് ചെയ്ത് ആഡ് കൊടുക്കുമ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിനുശേഷം നമുക്ക് ഏറ്റവും അവസാനം CapCut എന്ന് കാണിക്കാതെ വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിനുശേഷം നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക നമ്മുടെ ഗാലറിയിലേക്ക് വരുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരിക. അതുപോലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഈ റീൽ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ഹാഷ്ടാഗും കൂടെ ഒന്ന് യൂസ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റ് വരുന്നവരെ എല്ലാവർക്കും ബൈ.